റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സംഘടനാ തിരഞ്ഞെടുപ്പിനിടെ താരസംഘടന AMMAക്ക് നികുതി ബാധ്യത കുരുക്ക്. അംഗത്വ വിതരണത്തിലടക്കം AMMAക്കുള്ളത് കോടികളുടെ GST കുടിശ്ശിക. പുതിയ ഭാരവാഹികൾക്ക് ആദ്യം പരിഹരിക്കേണ്ടി വരിക നികുതി കുരുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കുമെന്നറിയുന്നു. ലിബി സുജിന്ദനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിബി, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ട് മുതിർന്ന താരങ്ങൾ മത്സരരംഗത്തേക്ക് വരുന്നില്ല എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തന്നെയാണ് കോടികളുടെ നികുതി ഭാരം GST കുടിശ്ശികയുണ്ട് AMMAക്ക് എന്ന വാർത്തയും പുറത്തേക്ക് വരുന്നത്. പുതിയ ഭരണസമിതിയെ കാത്തിരിക്കുന്നത് ഒരു നല്ല വാർത്തയല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തീർച്ചയായും പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ഭരണസമിതിക്ക് ആദ്യം പരിഹരിക്കേണ്ടി വരിക ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോൾ 8 കോടിയോളം രൂപയുടെ നികുതി കുരുക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാമ്പത്തിക കുരുക്കാണ് AMMAക്ക് വന്നിരിക്കുന്നത്. AMMA 2014 മുതൽ ഇങ്ങോട്ട് സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട GST അടക്കം GSTയുമുണ്ട്, ആദായ നികുതിയുമുണ്ട്. ഇതിൽ അടക്കം 8 കോടിയുടെ ബാധ്യതയാണ്, കുടിശ്ശികയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചെങ്കിലും അഡ്ഹോക് കമ്മിറ്റി ആയതുകൊണ്ട് ഇതിൽ നിയമപരമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇവർക്ക് ഭരണപരമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാവകാശം തേടിയിരിക്കുകയാണ്. പുതിയ ഭരണസമിതി അധികാരമേറ്റാൽ ആദ്യം തന്നെ ഈ പ്രശ്നം തന്നെയായിരിക്കും പരിഹരിക്കേണ്ടി വരിക. ഇപ്പോൾ 8 കോടിയുടെ ബാധ്യത എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഈ AMMAയുടെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് സ്റ്റേജ് ഷോയിലൂടെ ഉണ്ടാക്കുന്ന വരുമാനം തന്നെയായിരുന്നു. ഈ സ്റ്റേജ് ഷോ വഴി ഉണ്ടാക്കിയ ഈ വരുമാനത്തിൽ GST അടയ്ക്കാനുണ്ട്. അത് വലിയ ബാധ്യതയായി വന്നിരിക്കുന്നു. ഒപ്പം തന്നെ അംഗത്വ വിതരണം അടക്കമുള്ള കാര്യങ്ങളിലും GST അടയ്ക്കേണ്ടതുണ്ട്. ആദായ നികുതിയുടെ പേരിലും ഇത്തരത്തിൽ കുടിശ്ശിക വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് 8 കോടിയോളം രൂപയുടെ വൻ ബാധ്യതയാണ് ഇപ്പോൾ AMMAക്ക് ഉള്ളത്. AMMAക്ക് ഈ ബാധ്യത വരുമ്പോൾ തന്നെ ഇത് അടയ്ക്കേണ്ട ചുമതലയുണ്ട്, അല്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ ഇതിൽ ചാരിറ്റി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വിഷയം ഇത്തരത്തിൽ കുറച്ച് ഇളവുകളൊക്കെ ലഭിക്കാനുണ്ട്. പക്ഷേ നിയമപരമായി ഇവർ മുന്നോട്ട് പോകാത്തതുകൊണ്ട് ഇത് വലിയ നിയമക്കുരുക്കായിരിക്കുകയാണ്, പ്രതിസന്ധിയായിരിക്കുകയാണ്. ഇനി ഇത് പരിഹരിക്കണമെങ്കിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് കൈനീട്ടം നൽകുന്നുണ്ട്, ഒപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഇളവ് മേടിക്കണമെങ്കിൽ പോലും ഇതിൽ നിയമപരമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റാൽ ആദ്യം വരുന്ന ജനറൽ സെക്രട്ടറിക്കുള്ള ബാധ്യത ഈ സാമ്പത്തിക കുരുക്ക് പരിഹരിച്ച് ഈ GST കുടിശ്ശികയിൽ നിന്നൊക്കെ AMMA ഒഴിവാക്കിയെടുത്ത് ഇതിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഡോക്ടർ അരുൺ. ലേബി, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ കുടിശ്ശികയൊക്കെ അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ AMMAക്ക് ഉണ്ടോ? ഇപ്പോൾ AMMAയുടെ കണക്കനുസരിച്ച് 8 കോടിയോളം രൂപ ഇവർക്ക് ആസ്തി ഉണ്ടെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി KB ഗണേഷ് കുമാറൊക്കെ പ്രതികരിച്ചപ്പോഴും ഈ തുകയൊക്കെ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും AMMAയുടെ ഇപ്പോൾ കയ്യിലുള്ള ഇതിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് ഈ 8 കോടി 9 കോടിയോളം രൂപയായിരിക്കും. ഏതാണ്ട് അത്രത്തോളം രൂപ തന്നെ ഇപ്പോൾ കുടിശ്ശിക ഇനത്തിലും വന്നിട്ടുണ്ട്. അത് മൊത്തം അടയ്ക്കേണ്ടി വരുമോ എന്നുള്ളതല്ല ഇവിടെ. അതൊക്കെ ചിലപ്പോൾ ഈ ചാരിറ്റിയുടെ ആനുകൂല്യമൊക്കെ കിട്ടി അത് കുറച്ചുകൂടി ഇളവൊക്കെ ഇതിൽ കിട്ടും. എങ്കിൽ പോലും അത് ഇപ്പോൾ ഈ എന്താണോ AMMAയുടെ ആസ്തി അത്രയും തന്നെ ഇപ്പോൾ സാമ്പത്തിക കുടിശ്ശിക അല്ലെങ്കിൽ നികുതി ഇനത്തിൽ കുടിശ്ശിക വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ AMMAയുടെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ല എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. 15-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. തിരഞ്ഞെടുപ്പ് നടന്ന പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴാണ് ആ സമയത്ത് തന്നെ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടി AMMAക്ക് ഉണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ലേബി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ്. AMMA പോലുള്ള ചലച്ചിത്ര താര സംഘടന അവരുടെ സഹപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് മുതിർന്ന താരങ്ങൾക്കൊക്കെ നൽകുന്ന പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ മാതൃകാപരമാണ്. പക്ഷേ അതിനകത്തൊരു GST കുടിശ്ശിക വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് 8 കോടിയോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AMMAക്കുള്ള ആസ്തിയുടെ അത്ര കുടിശ്ശികയുണ്ട് എന്നാണ്. വലിയ രീതിയിലുള്ള ഒരു സങ്കീർണമായൊരു പ്രശ്നമാണ്. പുതുതായിട്ട് വരുന്ന ഭരണസമിതി നേരിടേണ്ടി വരുന്ന ആദ്യത്തെ ബാധ്യതയാണിത്. അതേസമയം അഭിനേതാക്കളുടെ സംഘടനയായ AMMAയെ കൈയൊഴിയുകയാണോ സൂപ്പർ താരങ്ങൾ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. മുതിർന്ന താരങ്ങളായ ആരും തന്നെ മത്സര രംഗത്തേക്കില്ല. ഫണ്ട് ഉൾപ്പെടെ മുടങ്ങുമെന്ന ആശങ്കയും ഇപ്പോൾ അംഗങ്ങൾക്കിടയിലുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ താരങ്ങൾക്കിടയിലുള്ള ഭിന്നതയും രൂക്ഷമാണ്. വിവാദങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും സംഘടനയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സജോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, ഇപ്പോൾ AMMAയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മുതിർന്ന താരങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുള്ള താരങ്ങളോ ഒക്കെ തന്നെയാണ് AMMAയുടെ തലപ്പത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവരൊക്കെ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് ഈ താരസംഘടനയെ ഒരു പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യതയുണ്ടോ സജോ?
ഡോക്ടർ അരുൺകുമാർ, ഉറപ്പായും അങ്ങനെ തന്നെ കരുതണം. അതായത് ഈ താരസംഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ നേതൃശേഷിയുള്ള മുതിർന്ന താരങ്ങളാണ് എക്കാലത്തും സംഘടനയെ നയിച്ചത്. ഒരു സംഘടനയുടെ നിലനിൽപ്പ് തന്നെ അതിലുള്ള ആളുകളെയെല്ലാം ചേർത്ത് നിർത്താൻ കഴിയുക, ഒപ്പം ധനസമാഹരണം, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. സംഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ സിനിമ തന്നെ നിർമ്മിച്ച് അക്കൗണ്ടിലേക്ക് പണം സമാഹരിച്ചിട്ടുണ്ട്. അതെല്ലാം ആ കാലങ്ങളിലെല്ലാം സംഘടന പുലർത്തിപ്പോന്നിരുന്ന രീതിയും മുതിർന്ന താരങ്ങളുടെ സഹകരണം പൂർണ്ണമായും ഉറപ്പാക്കിക്കൊണ്ടാണ് സംഘടനയെ നിലനിർത്തിയത്. ഇനി പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടിയും കാര്യങ്ങൾ മാറി മറിയുന്നു. അതായത് മുതിർന്ന താരങ്ങൾ, സൂപ്പർ താരങ്ങൾ, സീനിയർ താരങ്ങൾ ആരും കളത്തിലില്ല, മത്സരിക്കാനില്ലെന്ന് മാത്രമല്ല ഏതെങ്കിലും ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയോ നയിക്കാനോ അവരെ ഏതെങ്കിലും നിലയ്ക്ക് മാനേജ് ചെയ്യാനോ അവരാരും തയ്യാറല്ല. അവരൊന്നും കളത്തിലില്ല. വിവാദങ്ങളെ അവരെല്ലാം ഭയക്കുന്നു. സാമ്പത്തിക ബാധ്യത വലിയൊരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകളെ കൈനീട്ടമടക്കം നൽകി, അതായത് ഇപ്പോൾ കളത്തിലില്ലാത്ത, ഇപ്പോൾ സജീവമല്ലാത്ത, അതേസമയം അംഗങ്ങളായിരിക്കുന്ന ആളുകൾക്ക് ധനസഹായം നൽകുന്നുണ്ട്. അങ്ങനെ ആ സംഘടനയുടെ ദൈനംദിന പ്രവർത്തനം തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ സീനിയർ താരങ്ങളുടെ വലിയ പിന്തുണ വേണം. പക്ഷേ വലിയ തോതിൽ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോയതിന് പിന്നാലെ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും പിന്നീട് ഈ തിരഞ്ഞെടുപ്പ് കൂടിയാലോചനകൾക്ക് വേണ്ടി ആദ്യ യോഗം നടന്നപ്പോൾ മോഹൻലാലിനെ തന്നെ വീണ്ടും സംഘടനയുടെ തലപ്പത്തേക്ക് നിയോഗിക്കണമെന്ന് ചർച്ചകൾ വന്നിരുന്നെങ്കിലും അദ്ദേഹം പിന്മാറി. പിന്നീട് മുതിർന്ന താരങ്ങളൊക്കെ പിന്മാറി. അവർ സജീവമായി കളത്തിലില്ല എന്ന് മാത്രമല്ല പരസ്പരം വലിയ തോതിലുള്ള പോര്, സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തമ്മിൽ തല്ല്, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള ചർച്ചകൾ, തമ്മിലടി, അങ്ങനെ ഇതിൽ നിന്ന് പിന്നീട് മത്സരിക്കാൻ തീരുമാനിച്ചവർക്ക് നേരെയുള്ള ഒളിയമ്പുകൾ, ചർച്ചകൾ, അവർ പിന്മാറുന്നു. അങ്ങനെ വരുമ്പോൾ നേതൃതലത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി സംഘടന നേരിടുന്നു എന്നതാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ വലിയൊരു പ്രതിസന്ധിയാണ് പുതിയ ഭരണസമിതിക്ക് മുന്നിൽ വരിക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, 1994 AMMA എന്ന ചലച്ചിത്ര താരസംഘടന രൂപീകൃതമായ കാലം മുതൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയായിരുന്നു, അതിൻ്റെ താരങ്ങളൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം MG സോമനായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്, TP മാധവനായിരുന്നു ആദ്യത്തെ ജനറൽ സെക്രട്ടറി, പിന്നീട് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സെക്രട്ടറിമാരാവുന്നതും നമ്മൾ കണ്ടു. സൂപ്പർ താരങ്ങളുടെ നേതൃനിരയാണ് ഇതുവരെ സംഘടനയെ നയിച്ചത്. എന്നാൽ ഇത്തവണ പുതുതലമുറയുടെ കൈകളിലേക്ക് AMMA എന്ന ചലച്ചിത്ര താര സംഘടന എത്തുമ്പോൾ, സംഘടനയുടെ നേതൃപദവികൾ മാറുമ്പോൾ അംഗങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലിബി സജീന്ദ്രനോട് കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, MG സോമൻ തുടങ്ങി വെച്ചതാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ മധുസാർ അടക്കമുള്ളവരുണ്ടായിരുന്നു, പിന്നീട് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ എത്തി, ഇന്നസെന്റ് എത്തി കുറേ കാലം. അപ്പോൾ ഇവരൊക്കെ നയിച്ചിരുന്ന ഒരു സംഘടന ഇപ്പോൾ സൂപ്പർ താരങ്ങളില്ലാതെ ജൂനിയർ താരങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ അത് സംഘടനയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കും എന്നൊരു ആശങ്ക ഈ താരങ്ങൾക്കുണ്ടോ ലേബി? താരങ്ങളിൽ ഒരു വിഭാഗം ആളുകൾക്ക് അങ്ങനെ ആശങ്കയുണ്ട് എന്ന് തന്നെ വേണം ഡോക്ടർ അരുൺകുമാർ മനസ്സിലാക്കാൻ. കാരണം ഇതുവരെ 94 AMMA എന്ന സംഘടന രൂപീകരിച്ചത് മുതൽ ഇങ്ങോട്ട് തലപ്പൊക്കമുള്ളവർ, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യരായവർ തന്നെയാണ് ഇതിൻ്റെ മുകളിലെ ഭരണസമിതിയിൽ ഇരുന്നത്. ആദ്യം MG സോമൻ പ്രസിഡന്റ് ആകുന്നു, TP മാധവൻ ജനറൽ സെക്രട്ടറി ആകുന്നു, അതിനുശേഷം ഇങ്ങോട്ട് ഓരോരുത്തരും മധുസാർ വരുന്നു. ആ സമയത്ത് ബാലേന്ദ്ര മേനോൻ ജനറൽ സെക്രട്ടറി ആകുന്നു. ബാലേന്ദ്ര മേനോൻ കുറച്ചു കാലം മാറിയിരുന്നെങ്കിലും അന്ന് ജോയിന്റ് സെക്രട്ടറി, ആക്ടിംഗ് സെക്രട്ടറി പദവിയിലേക്ക് അന്ന് രാഘവൻ വരുന്നു. അതിനുശേഷം പിന്നീട് ഇന്നസെന്റ്, ദീർഘകാലം AMMA നയിച്ച ആളാണ് ഇന്നസെന്റ്, പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട്. ഇന്നസെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക നേതൃപാഠം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താകട്ടെ മമ്മൂട്ടിയും മോഹൻലാലും മാറി മാറി ജനറൽ സെക്രട്ടറിമാരായി വരുന്നു. ജനറൽ സെക്രട്ടറിമാരായി ഇത്രയും തിരക്കുള്ള മമ്മൂട്ടിയും മോഹൻലാലും വരുമ്പോൾ ഇതിന് ഭരണ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനായി വളരെ ബുദ്ധിപൂർവ്വം അതിൽ ജോയിന്റ് സെക്രട്ടറി എന്നുള്ള തസ്തിക ആ സമയത്ത് മാറ്റിയിട്ട് സെക്രട്ടറി ആയിട്ട് മാറ്റുകയാണ്. ഇടവേള ബാബു വരുന്നു. ഇടവേള ബാബു 2 പതിറ്റാണ്ടോളം ആ തസ്തികയിൽ ഇരുന്നു കൊണ്ട് ജനറൽ സെക്രട്ടറിയുടെ റോൾ തന്നെയാണ് വഹിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് കൊണ്ടുപോകുന്നു. ഇന്നസെന്റ് പിന്നീട് മോഹൻലാൽ, ഇന്നസെന്റിന്റെ ഈ ദീർഘകാലത്തെ ആ കാലയളവിന് ശേഷം മോഹൻലാൽ പ്രസിഡന്റായിട്ട് വരുന്നു. അപ്പോൾ ജനറൽ സെക്രട്ടറിയായി ഇടവേള ബാബു വരുന്നു. ഈ കാലയളവ് അത്രയും വളരെ കൃത്യതയോടുകൂടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പാഠവും ഇവർ കാണിച്ചിരുന്നു. ഇനി ഇതെല്ലാം മാറി ഇവരെല്ലാവരും കളത്തിൽ നിന്ന് മാറി ബാക്കിയുള്ളവർ വരുമ്പോൾ ഈ കെട്ടുറപ്പ് അമ്മയ്ക്കുണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് AMMA ഒരു വിഭാഗം താരങ്ങൾ, നടീനടന്മാർ ഒക്കെ ഈ സമയത്ത് ഉയർത്തി കാണിക്കുന്നത്. ഡോക്ടർ ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ AMMAയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മുൻ ഭരണസമിതി പിരിച്ചുവിട്ടത്. ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെയും ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമെതിരെയും ഒക്കെ പരാതി ഉയർന്നൊരു വേളയായിരുന്നു അത്. 1 വർഷത്തോളം അഡ്ഹോക്ക് കമ്മിറ്റിയുടെ കീഴിലായിരുന്നു AMMAയുടെ പ്രവർത്തനം. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. അർജുൻ മട്ടന്നൂരും റോഷിപാലും നമുക്കൊപ്പമുണ്ട്. അർജുൻ, പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ വഴി സിദ്ദീഖിൻ്റെയൊക്കെ രാജി വരുന്നതും
ആരോപണങ്ങൾ വരുന്നതുമൊക്കെ കണ്ടു. ആരോപണങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് ഹേമ കമ്മിറ്റിക്ക് ശേഷം വരികയായിരുന്നു. ആ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് അമ്മ എന്ന നേതൃത്വം യഥാർത്ഥത്തിൽ പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വഴിവെച്ചത് ഹേമ കമ്മിറ്റിയിൽ ഉയർന്നതും അതിനുശേഷം ഉയർന്ന വിവാദങ്ങളുമൊക്കെയായിരുന്നു അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, AMMയുടെ 31 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഭരണസമിതി അതിന്റെ കാലാവധി പൂർത്തിയാക്കാതെ ഇറങ്ങേണ്ടി വരുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ജൂണിലാണ് ജനറൽ ബോഡി യോഗം ചേരുകയും പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. മോഹൻലാൽ പ്രസിഡന്റായും സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ആയുമുള്ള ഭരണസമിതി നിലവിൽ വന്നു. പക്ഷേ ഏതാണ്ട് 1.5 മാസത്തോളം മാത്രമാണ് ആ ഭരണസമിതിക്ക് പ്രവർത്തിക്കാനായത്. അതിനിടയിലാണ് ഹേമ കമ്മിറ്റി പുറത്തു വരികയും അതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ നിലപാട് വ്യക്തമാക്കാൻ പോലും ഈ നേതൃത്വം തയ്യാറായിരുന്നില്ല. പിന്നീട് AMMയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെയും അതോടൊപ്പം തന്നെ മറ്റ് ചില ഭാരവാഹികൾക്കെതിരെയും മുൻ ഭാരവാഹികൾക്കെതിരെയും അതോടൊപ്പം തന്നെ ചില അംഗങ്ങൾക്കെതിരെയും വലിയ തോതിലുള്ള ആരോപണങ്ങളും പരാതികളും വന്നു. അതിന് പിന്നാലെ ഗത്യന്തരമില്ലാതെ ഈ ഭരണസമിതി പൂർണ്ണമായും പിരിച്ചുവിടുകയായിരുന്നു. അതിനുശേഷം 3 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി ചുമതലയേൽക്കും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് സാധ്യമായില്ല. പകരം 1 വർഷത്തോളം അഡ്ഹോക് കമ്മിറ്റിയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത്. അത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ടും കാണണം. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ശാസ്ത്രീയമായ ജനാധിപത്യ രീതിയിൽ AMMയിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ജനറൽ ബോഡി യോഗം ചേരുകയും ആ യോഗത്തിൽ ഐകകണ്ഠേന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയുമാണ് പതിവ്. പക്ഷേ ഇത്തവണ അതിന് വിപരീതമായി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നാണ് ചില അംഗങ്ങൾ പറയുന്നത്. പക്ഷേ എത്രത്തോളം കാര്യക്ഷമമായി പുതിയ ഭരണസമിതിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നത് പ്രധാനപ്പെട്ടതാണ്. പുതിയ കമ്മിറ്റി വന്ന് കയറാൻ പോകുന്നത് അതും മുതിർന്ന താരങ്ങളില്ലാതെ എന്നുള്ളതാണ് AMMയെ കുറച്ചുകൂടി പ്രതിസന്ധിയിലേക്കും പ്രതിരോധത്തിലുമാക്കിയിരിക്കുന്നത്. റോഷി പാൽ നമുക്കൊപ്പം ഉണ്ട്. റോഷി, യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും തുടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അല്ലേ? അരുൺകുമാർ, സംശയവുമില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് AMMയിൽ ഭിന്നത രൂക്ഷമാകുന്നത്. നമുക്കറിയാം 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് മുതൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം AMMയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നടിക്കൊപ്പം നിൽക്കണമെന്ന അഭിപ്രായം. അന്ന് ഈ ആരോപണ വിധേയനായ നടനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമുയർന്നു. അതിലൊക്കെ ഭരണസമിതി വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. സംരക്ഷണം ഒരുക്കുന്നു കുറ്റവാളിക്ക് എന്ന ആരോപണം അടക്കമുയർന്നതാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ പിന്നീട് അതൊക്കെ കഴിഞ്ഞ് AMM പ്രതിസന്ധിയിലാകുന്നു തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഒന്നുകൊണ്ട് മാത്രം. കാരണം ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ഉൾപ്പെടെ ആരോപണങ്ങൾ വരുന്നു, പരാതികൾ ഉയരുന്നു. അവിടെ ഭരണസമിതി ഇവരെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം കൂടി വന്നതോടെ ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിട്ട് അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിലേക്ക് പോവുകയും ചെയ്തു. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഈ നേതൃത്വത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയത്. ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വനിതകൾ നേതൃത്വത്തെ നയിക്കട്ടെ എന്ന നിലപാടിലേക്ക് ഈ മുതിർന്ന സിനിമാ താരങ്ങൾ ഉൾപ്പെടെ വരാൻ കാരണമായത്. കാരണം സ്ത്രീകൾക്ക് കൃത്യമായ സംരക്ഷണം ലഭിക്കുന്നില്ല, സ്ത്രീകളെ അതിക്രമിക്കുന്നവർക്ക് സംരക്ഷണം ലഭിക്കുമെന്ന ആക്ഷേപം AMM ഭരണസമിതിക്കെതിരെ അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖം രക്ഷിക്കാനായി മുതിർന്ന സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ വനിതകൾ ഇനി നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണം. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ലേബി സജീന്ദ്രൻ, റോഷി, അർജുൻ ഭട്ടന്നൂർ, സജോ ദേവസി എന്നിവരാണ് നമുക്കൊപ്പം ചേർന്നത്.